RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു സ്പ്ലിറ്റ് എ സിയുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ കാണുന്നതാണ് സർവീസ് ചെയ്യാൻ പോകുന്ന സ്പ്ലിറ്റ് എ സി. ഇതൊരു 1 ടൺ നോൺ ഇൻവേർട്ടർ ടൈപ്പ് യൂണിറ്റാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഈ എ സി വാങ്ങിയതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹം വീട് മാറിയ സമയത്ത് അവിടുന്ന് പമ്പ് ഡൗൺ ചെയ്തുകൊണ്ട് വന്ന് ഈ മുറിയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ ആ സമയത്ത് നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒട്ടും കൂളിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഓണാക്കിയപ്പോൾ തന്നെ ഇവാപ്പറേറ്റർ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിയിലത്തെ ലോവർ മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഔട്ട്ഡോർ യൂണിറ്റ് ഓണാകുന്നില്ല. ഇൻഡോർ യൂണിറ്റിൽ നിന്നും ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് 3 ലൈനുകളാണ് പോകുന്നത്. അതിൽ എർത്ത്, ന്യൂട്രൽ ഈ 2 ലൈനുകൾ ഇൻഡോർ യൂണിറ്റിനും ഔട്ട്ഡോർ യൂണിറ്റിനും കോമൺ ആണ്. മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഫേസ് ലൈനാണ്. ഈ ഫേസ് ലൈൻ പോകുന്നത് ഇൻഡോർ യൂണിറ്റിൻ്റെ അകത്തുള്ള സർക്യൂട്ട് ബോർഡ് PCBയിൽ നിന്നാണ്. ഔട്ട്ഡോറിലേക്കുള്ള ന്യൂട്രലും എർത്തും എപ്പോഴും കണക്റ്റഡ് ആണ്. ഇനി ഇൻഡോർ യൂണിറ്റിൽ നിന്നുള്ള ഫേസ് എപ്പോഴാണ് ഔട്ട്ഡോർ യൂണിറ്റിൽ ചെല്ലുന്നത് അപ്പോഴാണ് ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആകുന്നത്. അപ്പോൾ യൂണിറ്റ് ഓണാക്കി ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് ഇൻഡോറിൽ നിന്ന് ഈ ഫേസ് ഔട്ട്ഡോറിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഔട്ട്ഡോറിലേക്ക് ഫേസ് പോകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഔട്ട്ഡോർ യൂണിറ്റിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ബോക്സ് ഉണ്ടാകും, ടെർമിനൽ ബോക്സ്. ആ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് 3 കണക്ഷൻസ് വരുന്നത് കാണാം. അതിൽ 3 കണക്ഷൻസ് എന്ന് പറയുന്നത്, ഒരു ലൈൻ എന്ന് പറയുന്നത് ഫേസ് ആണ്, രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ന്യൂട്രലാണ്, മൂന്നാമത്തേത് എർത്താണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ന്യൂട്രൽ ലൈൻ വിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആകാഞ്ഞത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ന്യൂട്രൽ ലൈൻ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തു. ന്യൂട്രൽ കണക്ഷൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സർവീസ് വാൽവുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതിൽ മുകളിലിരിക്കുന്ന വലിയ സർവീസ് വാൽവാണ് സക്ഷൻ സർവീസ് വാൽവ്. താഴെയുള്ള ചെറിയ വാൽവ് ലിക്വിഡ് ലൈൻ സർവീസ് വാൽവാണ്. അപ്പോൾ അതിൽ സക്ഷൻ സർവീസ് വാൽവിൻ്റെ ഫ്ലെയർ നെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കംപ്രസറിൻ്റെ ഓയിൽ പടർന്ന് കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ റെഫ്രിജറൻ്റ് ലീക്ക് ഉണ്ടെന്നുള്ളതാണ്. കാരണം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ റെഫ്രിജറൻറ്റും കംപ്രസർ ഓയിലും കൂടെ ഒരുമിച്ചാണ് പുറത്തേക്ക് വരിക. പക്ഷേ പുറത്തേക്ക് വരുന്ന അപ്പോൾ തന്നെ റെഫ്രിജറൻറ്റ് വേപ്പറായിട്ട് പോകും, ഓയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും ഓയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ റെഫ്രിജറൻറ്റ് ലീക്ക് ഉണ്ടെന്നാണ്. ന്യൂട്രൽ കണക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം യൂണിറ്റ് വീണ്ടും ഓണാക്കി. അപ്പോൾ 4 മിനിറ്റിന് ശേഷം ഔട്ട്ഡോർ യൂണിറ്റ് ഓണാകുന്നുണ്ട്. പക്ഷേ ഇവിടെ കേൾക്കുന്ന ഈ സൗണ്ട് എന്ന് പറയുന്നത് ഫാൻ മോട്ടറിനെയാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ് പോയതാണ്. അതുകൂടാതെ നിങ്ങൾ താഴത്തെ ആ സർവീസ് വാൽവിലേക്ക് നോക്കുക, അവിടെ ഐസ് പിടിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് റെഫ്രിജറൻറ്റ് കുറവാണെന്നാണ്. അതുപോലെ തന്നെ ഇതിലെ എക്സ്പാൻഷൻ ഡിവൈസ് ക്യാപ്പിലറി ട്യൂബാണ്. ഈ ക്യാപ്പിലറി ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടായാലും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സെക്ഷൻ സർവീസ് വാൽവിൻ്റെ അവിടെ കുറച്ച് കംപ്രസർ ഓയിൽ കിടക്കുന്നത് കണ്ടു. അതിൻ്റെ അർത്ഥം അവിടെ റെഫ്രിജറൻറ്റ് ലീക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന റെഫ്രിജറൻറ്റ് ഏറെക്കുറെ പുറത്ത് ലീക്കായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സക്ഷൻ പ്രഷർ കുറഞ്ഞത്. അപ്പോൾ സക്ഷൻ പ്രഷർ കുറഞ്ഞപ്പോൾ സക്ഷൻ ടെമ്പറേച്ചറും കുറഞ്ഞു. അതുകൊണ്ടാണ് ഈ ലിക്വിഡ് ലൈൻ സർവീസ് വാൽവ് ഫ്രോസ്റ്റ് ആയത്. അപ്പോൾ ആ ലീക്കിൻ്റെ കാരണം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഞാൻ കണ്ടത് ആ സക്ഷൻ ലൈനിൽ ഫ്ലെയർ നെറ്റിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻസുലേഷൻ പോലെ കറുത്ത് കാണുന്ന ഭാഗം ഒന്ന് നീക്കി നോക്കി. അപ്പോൾ അതിൽ ജസ്റ്റ് ഫ്ലെയർ ചെയ്തിരിക്കുന്ന ഭാഗം മാത്രമേ കോപ്പറുള്ളൂ. ബാക്കി അങ്ങോട്ടുള്ള ലൈൻ മൊത്തം അലുമിനിയമാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക കമ്പനികളും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവർ ഈ സ്പ്ലിറ്റ് എ സിയുടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി, കോപ്പറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ലൈൻ മൊത്തത്തിൽ അലുമിനിയം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അവിടെ അലുമിനിയത്തിൽ ഫ്ലെയർ ചെയ്ത് ഇട്ടെന്ന് വിചാരിക്കുക. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അലുമിനിയം ആയതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞ് ആ കണക്ഷൻ വിട്ടു പോകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ താഴെയുള്ള ലിക്വിഡ് ലൈൻ സർവീസ് വാൽവിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന ലൈന്, അത് 1/4 ഇഞ്ചിൻ്റെ ലൈനാണ്. അപ്പോൾ അതിലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അതും അലുമിനിയം തന്നെയാണ്. അപ്പോൾ ഇതിൽ ലീക്കുള്ള ഭാഗം എന്ന് പറയുന്നത് സക്ഷൻ ലൈനിൽ കോപ്പറും അലുമിനിയവും ചേരുന്ന ആ ജോയിൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ലീക്കുള്ള ഭാഗം ഒഴിവാക്കി അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ലൈനിൽ ഫ്ലെയർ ചെയ്തതിന് ശേഷം കണക്ട് ചെയ്താൽ മാത്രമേ ഈ ജോയിൻറ്റിൽ കൂടെ ലീക്ക് ഇല്ലാതെ ഇരിക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ബ്ലാക്ക് ഇൻസുലേഷൻ ഒരല്പം ഇളക്കി കളഞ്ഞിട്ട് നമ്മൾ ഫ്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ബ്ലോ ലാമ്പ് കൊണ്ട് ഒരല്പം ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയർ ചെയ്ത് ഫ്ലെയർ നെറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക.
പക്ഷേ ചില കമ്പനികൾ ഈ അലുമിനിയം പൈപ്പ് തന്നെ വളരെ കുറഞ്ഞ കനത്തിൽ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റങ്ങളിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇതുപോലെ ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന എ സികളിൽ ഈ പ്രോബ്ലങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫ്ലെയർ ജോയിൻ്റ് നമുക്ക് മാറ്റി വെക്കണം. അതിനുശേഷം ഈ സിസ്റ്റം മൊത്തം ഇവാക്യുവേഷൻ ചെയ്തതിന് ശേഷം ഗ്യാസ് ചാർജ് ചെയ്യണം. അപ്പോൾ അതിൽ R22 എന്ന് പറയുന്ന ഗ്യാസാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചാനലിൽ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ ഫീൽഡിലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക.